മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു നമ്മുടെ അരുൺ. എൻ്റെ കുട്ടികളുടെ പ്രായത്തിലുള്ള കുട്ടിയാണ് നമ്മുടെ അരുൺ. ഏത് എക്സാം നടത്തി കഴിഞ്ഞാലും അവന് ഫുൾ മാർക്കായിരിക്കും. എന്ത് കോമ്പറ്റീഷൻ നടത്തി കഴിഞ്ഞാലും അരുണിന് ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും. എക്സാമിൽ മാത്രമല്ല, സ്പോർട്സിലും അരുൺ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർക്കായാലും ഫ്രണ്ട്സിനായാലും അരുണിൻ്റെ വീട്ടുകാർക്കായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു നമ്മുടെ അരുണിന്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അരുണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രാഹുൽ. രാഹുൽ ആണെങ്കിലോ അരുണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അരുൺ വളരെ നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ആണെങ്കിലോ മഹാവികൃതിയായിട്ടുള്ള ഒരു കുട്ടിക്കുറുമ്പനായിരുന്നു നമ്മുടെ രാഹുൽ. ഏത് നേരം എന്തെങ്കിലും കുസൃതിയൊക്കെ ഒപ്പിച്ച് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്തെങ്കിലും വികൃതിയൊക്കെ കാണിച്ച് ടീച്ചർമാരുടെ അടുത്തൊക്കെ എപ്പോഴും ചീത്ത കേട്ട് അടി കിട്ടി അങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ രാഹുൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ രാഹുലും അരുണും ബാക്കി കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാം ഉണ്ടായിരിക്കും, അപ്പം എല്ലാവരും നന്നായി പഠിച്ചു വരിക, പ്രിപ്പയർ ചെയ്ത് വരിക എന്നൊക്കെ എന്ത് പറഞ്ഞു നമ്മുടെ ടീച്ചർ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും എന്തുണ്ടായി, നമ്മുടെ അരുണിന് ആകെ ടെൻഷനായി. അല്ലേ, അരുൺ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, സ്വാഭാവികമായിട്ടും ടെൻഷൻ ആവും അല്ലേ, നിങ്ങൾക്കായാലും ടെൻഷൻ വരും. അപ്പോൾ അരുൺ എന്ത് ചെയ്തു, സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ അല്ലേ 4 മണിയായി, സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ അരുൺ ഒന്നും ആലോചിക്കാതെ നേരെ വീട്ടിലേക്ക് പോയി. നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അച്ഛനോടും അമ്മയോടും ലേശം നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ പോയി ഇരുന്ന് അവൻ്റെ റൂമിൽ പോയിരുന്നിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ അരുൺ നല്ല കുട്ടിയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ രാഹുൽ വരുന്നു. അരുൺ ചോദിച്ചു, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്, നീ എപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചു അരുൺ രാഹുലിനോട്. രാഹുൽ പറഞ്ഞു, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, നീ വാ നമുക്ക് പാർക്കിലേക്ക് കളിക്കാൻ പോവാം എന്ന് പറഞ്ഞു രാഹുൽ അരുണിനോട്. അരുൺ പറഞ്ഞു, ഏയ് ഇല്ല, എനിക്ക് ഇനിയും 2 ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കാനുണ്ട്, നാളെ എക്സാം അല്ലേ, എനിക്ക് ടെൻഷനാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് ഇനി 2 ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കാനുണ്ട്, നീയും വീട്ടിൽ പോയി ഇരുന്നിട്ട് നന്നായി ഇരുന്ന് എക്സാമിന് പഠിച്ചോളൂ എന്ന് പറഞ്ഞു അരുൺ രാഹുലിനോട് പറഞ്ഞു. അപ്പോൾ രാഹുൽ പറഞ്ഞു, ഏയ് എനിക്കൊന്നും വയ്യ, ഞാൻ കളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അരുൺ പറഞ്ഞു, എന്നാൽ ശരി, നീ പൊക്കോളൂ, നാളെ ഞാൻ എഴുതുന്നത് നോക്കിയിട്ട് നീ കോപ്പി അടിച്ചിട്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അരുൺ രാഹുലിനോട് പറഞ്ഞു. അപ്പോൾ രാഹുൽ എന്ത് പറഞ്ഞു, ഓ ഓക്കെ, അവനും സന്തോഷമായി. അങ്ങനെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. അരുൺ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് പഠിച്ചു. പിറ്റേ ദിവസം എക്സാമിന് എന്താണ്, അരുൺ ഫുൾ എന്ത് ചെയ്തു, ആദ്യമേ എക്സാമൊക്കെ എഴുതി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ഉത്തരവും നമ്മുടെ അരുണിന് അറിയാമായിരുന്നു. അരുൺ പെട്ടെന്ന് തന്നെ എക്സാം വേഗം എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ നേരെ രാഹുലിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് രാഹുൽ എന്ത് ചെയ്തു, അരുൺ എഴുതിയത് മൊത്തം നോക്കിയിട്ട് വേഗം എഴുതി. എന്നിട്ട് എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് എക്സാം പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഈ പേപ്പർ നോക്കുന്ന സമയത്ത് അരുണിനും രാഹുലിനും ഫുൾ മാർക്ക്, 2 പേർക്കും ഫുൾ മാർക്കാണ്. അരുണിന് ഫുൾ മാർക്ക് കിട്ടിയത് കണ്ടിട്ട് ടീച്ചർക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴും കുറവ് മാർക്ക് കിട്ടുന്ന രാഹുലിന് ആ ഫുൾ മാർക്ക് കിട്ടിയത് കണ്ടിട്ട് അതേപോലെ തന്നെ 2 പേരുടെയും പേപ്പർ ഒരുപോലെ ആയിരുന്നു ഇരിക്കുന്നത്. അരുൺ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപോലെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ടീച്ചർക്ക് സംശയം തോന്നി. ടീച്ചർ എന്ത് ചെയ്തു, നേരെ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാം ആണ്, എല്ലാവരും പഠിച്ചു വരിക എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, അരുണും രാഹുലും വീണ്ടും തീരുമാനിച്ചു. അരുൺ പറഞ്ഞു, ഞാൻ പഠിക്കാം, നീ എന്നെ നോക്കിയിട്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. രാഹുലിനും സന്തോഷമായി, രാഹുലിന് പഠിക്കാൻ താല്പര്യമില്ലല്ലോ. രാഹുൽ സന്തോഷമായിട്ട് പോയി, അരുൺ സന്തോഷമായി പോയിട്ട് നന്നായി ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം അടുത്ത ദിവസം എക്സാം എഴുതാൻ വേണ്ടി ഇതേപോലെ തന്നെ രാഹുലും അരുണും അടുത്തടുത്തായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അരുണിനോട് തൊട്ടടുത്തിരിക്കുന്ന അടുത്ത ബെഞ്ചിലെ കുട്ടിയുടെ അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. 2 പേര് എന്ത് ചെയ്തു, സീറ്റ് മാറ്റി ഇരുത്തി. എൻ്റെ കുട്ടികളും ചെയ്യാറില്ലേ, സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചിരുത്തില്ലേ, അതേപോലെ തന്നെ അരുണിനെ പിടിച്ച് അപ്പുറത്തേക്ക് ഇരുത്തി. എക്സാം തുടങ്ങി. അരുൺ എന്ത് ചെയ്തു, അരുണിന് എല്ലാ ആൻസറും അറിയാം, അരുൺ വേഗം എല്ലാം എഴുതി. പക്ഷെ രാഹുലിന് എന്തെങ്കിലും അറിയൂ, ഇല്ല. അപ്പം എന്തായി, പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഒന്നും എഴുതാതിരിക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി കഴിഞ്ഞ എക്സാമിന് രാഹുൽ കോപ്പി അടിച്ചതാണ് എന്നുള്ളത്. അപ്പം എന്ത് ചെയ്തു, 2 പേരെയും വിളിച്ചിട്ട് ടീച്ചർ 2 പേരെയും വഴക്ക് പറഞ്ഞു. രാഹുലിനെ വഴക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നല്ല കുട്ടിയായിട്ടുള്ള അരുണിനെയാണ് വഴക്ക് പറഞ്ഞത്. എന്തിനാണെന്നറിയോ, കള്ളത്തരം കാണിച്ചതിന്.
നമ്മളൊരു നല്ല കൂട്ടുകാരനാവുന്ന സമയത്ത് രാഹുലിനോട് കോപ്പി അടിച്ച് എഴുതിക്കോളാൻ, എൻ്റെ നോക്കി എഴുതിക്കോളാനല്ല പറയേണ്ടത്, അവനെ കൂടെ വിളിച്ചിരുത്തി കൂടെ ഇരുത്തി പഠിപ്പിക്കാനാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടുകാർക്ക് ആൻസർ കാണിച്ചു കൊടുക്കുക, കോപ്പി അടിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യരുത്. അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൂടെ നമ്മുടെ കൂടെ ഇരുത്തി നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഒരിക്കലും നമ്മുടെ അരുണും രാഹുലും ചെയ്ത പോലത്തെ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് എഴുതുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി എക്സാം എഴുതുക. ഓക്കെ.